ഭാരതം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നാം ഇന്ത്യക്കാർക്കെല്ലാം ഒരുപോലെ അഭിമാനിക്കത്തക്ക നല്ലൊരു ദിവസമാണിന്ന്. പിറന്നു വീണ മണ്ണിൽ സ്വൈര്യതയോടും സ്വസ്ഥതയോടും വസിക്കുവാൻ കഴിയാതെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച് അടിമകളെപ്പോലെ അടിച്ചമർത്തപ്പെട്ട ഒരു കാലത്തിൽ ഒരു കൂട്ടം ദേശസ്നേഹികളായ ആളുകൾ അവരുടെ ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് പോരാടിയതിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ഒരുപക്ഷെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ വസിക്കുന്ന 90% ആളുകൾക്കും, അതായത് ഒരു 80 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മഹത്വം വേണ്ടുവണ്ണം മനസ്സിലാകണമെന്നില്ല. വർഷാവർഷം കൊണ്ടാടുന്ന ഒരു ഓർമ്മ ദിനം എന്നതിൽ ഉപരി ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം എന്തെന്ന് അവർക്ക് അനുഭവ സമ്പത്തോ പരിചയസമ്പത്തോ ഒന്നുമില്ല, കേട്ടറിവ് മാത്രം. എന്നാൽ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നപ്പോഴാണ് അതിൻ്റെ വില എന്തെന്ന് അറിയുവാൻ കഴിയുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ ഈ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ അകത്ത് പരിശുദ്ധി ആത്മാവ് നൽകിയ ഒരു ചെറിയ ചിന്ത പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ പാപത്തിനും ശാപത്തിനും മറ്റെല്ലാവിധ ദുർമാർഗങ്ങൾക്കും അടിമകളായിരുന്ന നമ്മളെ കർത്താവായ യേശു തൻ്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ അവിടെ നമുക്ക് ധാരാളം കൃപകൾ നൽകി. എന്നാൽ പലപ്പോഴും ആ ക്രിസ്തു യേശുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ അടിമനുഖത്തിൽ അടിമപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഒരിക്കലായി എന്നേക്കുമായി നമ്മളെ സകലത്തിൽ നിന്നും സ്വതന്ത്രരാക്കി ഒരു നിത്യജീവന അവകാശികളാക്കി മാറ്റിവെച്ചു. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് മാനുഷികമാകുന്ന ഒട്ടനവധി നിയമങ്ങളും ഉപദേശങ്ങളും കാർക്കശ്യമായ നിലപാടുകൾക്കും നാം അറിഞ്ഞോ അറിയാതെയോ വശംവദരായി തീരാറുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം ബൈബിൾ പറയുന്നു, നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തം അവർ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കി നിങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. തുടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നുള്ള മാനുഷിക നിയമങ്ങളും ഉപദേശങ്ങളും ചട്ടങ്ങൾക്കും പലപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്തുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയത് ഈ ലോകത്തിൽ ജയകരമാകുന്ന ഒരത്ഭുതകരമാകുന്ന ജീവിതം യേശുവിനോടൊപ്പം നയിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ മാനുഷികമായ ചട്ടങ്ങളും നിയമങ്ങളും അതനുഭവിക്കാനോ ആ ഒരു ജീവിതം നയിക്കുവാനോ കഴിയാതെ നമ്മളെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വചനം യേശു പറയുകയാ, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശുവിലുള്ള ആ സ്വാതന്ത്ര്യമാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് മാനുഷികമാകുന്ന ചട്ടങ്ങൾക്ക് അടിമപ്പെടാതെ അമാനുഷികമാകുന്ന നിലകളിലുള്ള ഒരു അത്ഭുതകരമാകുന്ന ലൈഫ് ഈ ലോകത്തിൽ നമ്മുടെ ആയുസ്സിൽ ക്രിസ്തു യേശുവിനോടൊപ്പം നയിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവിക ഉദ്ദേശം, ദൈവിക പദ്ധതി എന്തെന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ നമ്മുടെ ഇന്ത്യയുടെ ഈ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു ജയകരമാകുന്ന ജീവിതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.